ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ISL ഷീൽഡിൻ്റെ കാര്യത്തിൽ ഇന്നലെ അങ്ങനെ ഒരു തീരുമാനമായിരിക്കുകയാണ്. അപ്പോൾ ടൈറ്റിൽ ഡിസൈഡർ മത്സരമായിരുന്നു. അപ്പോൾ ഇന്നലെ മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി. അപ്പോൾ അതിൽ മോഹൻ ബഗാൻ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2-1 സ്കോറിൽ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ട് മോഹൻ ബഗാൻ്റെ തട്ടകത്തിലായിരുന്നു. 60,000 വരുന്ന ഫാൻസിന് മുമ്പിലായിരുന്നു കളി. നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് മോഹൻ ബഗാൻ കിരീടം ചൂടാൻ സാധിച്ചു. അപ്പോൾ മോഹൻ ബഗാൻ ഇതിനു മുമ്പ് ISL ട്രോഫിയൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ISL ഷീൽഡ് അവർ ആദ്യമായിട്ടാണ് നേടുന്നത്. അപ്പോൾ എന്തായാലും അതോടുകൂടി ഇപ്പോൾ പ്ലേ ഓഫിൻ്റെ കാര്യങ്ങളും ഒക്കെ തീരുമാനമായിട്ടുണ്ട്. ഏതെല്ലാം ടീമുകളുമായിട്ടാണ് മത്സരം സെമിയിലേക്ക് കടക്കുമ്പോൾ ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒക്കെ എതിരാളിയായിട്ട് വരിക എന്നുള്ളതൊക്കെ ഏകദേശം ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നോക്കൗട്ട് മത്സരം ഒഡീഷ FCക്കെതിരെ 19-ാം തീയതിയാണ് മത്സരം നടക്കാൻ പോകുന്നത്. 7:30 വെള്ളിയാഴ്ച 7:00 ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. അതുപോലെ 20-ാം തീയതി ഗോവ വേഴ്സസ് ചെന്നൈ നോക്കൗട്ട് മത്സരം നടക്കും. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCക്കെതിരെ നോക്കൗട്ട് മത്സരത്തിൽ വിജയിച്ച ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് സെമി ഫൈനൽ മത്സരത്തിൽ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് മോഹൻ ബഗാൻ ആയിരിക്കും. അപ്പോൾ മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും ആയിരിക്കും സെമി ഫൈനലിൻ്റെ ആദ്യ സെമി ഫൈനൽ മത്സരം ഉണ്ടാവുക. പിന്നെ ഗോവ ചെന്നൈ മത്സരത്തിൽ വിജയിക്കുന്നവർ മുംബൈക്കെതിരെ ആയിരിക്കും നടക്കുക. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയാണെങ്കിൽ സെമി ഫൈനലിൽ ആദ്യ സെമി ഫൈനൽ 23-ാം തീയതിയാണ്. 24-ാം തീയതിയാണ് സെക്കൻഡ് സെമി ഫൈനൽ. അപ്പോൾ അതിന് സെക്കൻഡ് ലെഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് 28-ാം തീയതി 29-ാം തീയതി ആയിട്ടാണ് ഫൈനൽ. പിന്നെ മെയ് 4-ാം തീയതിയാണ് നടക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കൗട്ട് മത്സരം കഴിഞ്ഞ ദിവസമുള്ള നോക്കൗട്ടിൽ എന്ന് കടക്കാൻ സാധിച്ചില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തവണ നോക്കൗട്ട് മത്സരം ഒഡീഷ FCയിൽ പോയി അവരെ പരാജയപ്പെടുത്തി കടക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടന്നെ അറിയണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.